നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. അതിനെയൊക്കെ മറികടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും അതുപോലെ തന്നെ മനോവിഷമങ്ങളും കാരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതം പുറകോട്ടല്ലാതെ മുന്നോട്ടെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്ന തൊടുകുറി ഫലങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം മയിൽപീലിയുടെയും രണ്ടാമത്തേത് മഞ്ചാടിയുടെ ചിത്രവുമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ സാധിക്കുമോ, നിങ്ങളുടെ ജീവിതത്തിൽ എത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്, അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുമോ, ജീവിതത്തിൽ പലതര ദുഃഖങ്ങളാലും മാനസിക സംഘർഷങ്ങളാലും ബുദ്ധിമുട്ടുകളാലും ഒക്കെ പ്രയാസപ്പെടുന്ന വ്യക്തികളാണോ നിങ്ങൾ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും. നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ മയിൽപീലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളൊന്നുമില്ലാതെ, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ, പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വൻ സംഘർഷാവസ്ഥയിലൂടെയാണ് ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾക്കും രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം ഒരു മറുപടി വേണമെന്നും, അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെന്നും ഒക്കെയാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാതര പ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും തൊടുകുറി ഫലത്തിലൂടെ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന, അവരുടെ വിവാഹത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന, അവരുടെ ഭാവി പഠനത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ. ധാരാളം പറ്റിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. സാമ്പത്തികമായും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരിൽ നിന്നുമൊക്കെ ഒരുപാട് അവഗണനകളും അതുപോലെ പറ്റിക്കപ്പെടുന്ന അനുഭവങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ വ്യക്തികൾ. മനസ്സമാധാനത്തോടുകൂടെ ഉറങ്ങുവാനോ, നിങ്ങളുടെ കഷ്ടങ്ങളോ കടഭാരങ്ങളോ സങ്കടങ്ങളോ ആരോടെങ്കിലും തുറന്നു പറയാനോ കൂടി കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത്. വേദന മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസിച്ചവരിൽ നിന്ന് ഏൽക്കുന്ന പറ്റിക്കപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രയാസത്തിലേക്ക് മാത്രമേ തള്ളിവിട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയാണോ കഷ്ടതകൾ അനുഭവിച്ചത് അവിടെ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. ഒത്തിരി പ്രയാസങ്ങളുണ്ട്, പുറത്ത് പറയാൻ കഴിയാത്ത തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നും നിങ്ങൾക്ക് പരാതിയും പരിഭവങ്ങളും അല്ലാതെ ഒരു നിമിഷം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസിച്ചവരിൽ നിന്ന് ഏൽക്കുന്ന അപമാനങ്ങൾ, പറ്റിക്കപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഇന്ന് നിങ്ങൾ ധാരാളം സാമ്പത്തിക ബാധ്യതയിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ ആരൊക്കെയാണോ മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുന്നത്, ആ വ്യക്തികൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇന്നും സാമ്പത്തികമായി ഒരുപാട് കഷ്ടതയിലായിരിക്കുന്നത്, ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്നത്, മനോവേദനകൾ അനുഭവിക്കുന്നത്, ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും എല്ലാം ഒരു നിമിഷം കൊണ്ടെന്ന പോലെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന രോഗബാധിതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ മയിൽപീലി തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഒരാശ്വാസം ലഭ്യമാവുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ചാടിയാണ്.
ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അഭിമുഖീകരിച്ച് കടന്നു വന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതയേക്കാൾ ഏറെ കുറച്ച് ആവശ്യങ്ങളാണ്. അതായത് പലപ്പോഴും പൂർത്തീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കുറച്ച് ആവശ്യങ്ങൾ, വർഷങ്ങളായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കഠിനമായി അധ്വാനിക്കേണ്ടതുണ്ട്. കുറച്ചധികം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വ്യക്തിപരമായി നിങ്ങൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്, സംഘർഷങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ അതിജീവിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ എന്നും കഷ്ടങ്ങളും കണ്ണുനീരുകളും പ്രയാസങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. ഒരു ഉയർച്ച എന്ന് പറയുന്നത് ഒരു സാധ്യമല്ലാത്ത രീതിയിലേക്ക് കടന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് തടസ്സങ്ങളാണ്. ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അനുഭവിക്കുന്ന തടസ്സങ്ങൾ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷത്തിന് അടിമപ്പെടുന്നുണ്ട്. യാതൊരു തരത്തിലും സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച സ്വന്തമാക്കുവാനായിട്ട് കഴിയുന്നില്ല. എവിടെ നിന്നെങ്കിലും ഒരല്പം ധനം സമ്പാദിക്കുന്നു, ഒരാവശ്യവുമില്ലാതെ അത് ചിലവായി പോകുന്നു, അല്ലെങ്കിൽ ചിലവ് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഒരു രോഗബാധ്യത കടന്നു വരുന്നു. വർഷങ്ങളോളമായി നിങ്ങളുടെ ഒരു ആഗ്രഹം ആ വാടക വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന വീടുകളിൽ നിന്നോ ഒന്ന് മാറി താമസിക്കണം. അതുപോലെ തന്നെ ധാരാളം വായ്പാ ബാധ്യതകൾ, വസ്തുക്കളുടെ പ്രമാണങ്ങൾ വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമങ്ങൾ. എന്നാൽ അതിനെല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ധാരാളം ദുഷ്ടശക്തികളുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഭവനത്തിൽ എത്രയൊക്കെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്നിട്ടും അതൊക്കെ നിങ്ങളെ വിട്ട് അകലുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കൈവിഷം, അതുപോലെ കൂടോത്രം, ദൃഷ്ടിദോഷം എന്നീ ബാധകളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും മനസ്സിലൊരു പോസിറ്റീവ് ചിന്തയുണ്ടായിരിക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇരട്ടി നിങ്ങൾ നേടിയെടുക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരു 9 മാസത്തിനകം മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കുവാനായിട്ട് സാധിക്കൂ. അത്രത്തോളം സമയം ഒരു പരീക്ഷണ ഘട്ടമാണ്, ഒരു പ്രതിസന്ധിയുടെ ഘട്ടമാണ്. എന്ത് ചെയ്താലും ഉയർച്ച കിട്ടാത്ത ഒരു സമയം കൂടിയാകുന്നു. തീർച്ചയായിട്ടും അപ്രകാരം നിങ്ങളുടെ ജീവിതങ്ങളെ ഈശ്വരൻ ഒരുക്കും. ഒരു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ അത്രയും കാലം പരിപാലിക്കുകയും ചെയ്യും. ആത്മവിശ്വാസവും കഠിനാധ്വാനവും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലമെന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.